ലൈറ്റ് പോകുന്നോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ട മനുഷ്യൻ ഓർമ്മ പിന്നെ ഇനി വർഷങ്ങൾ മുമ്പ് ചത്തുപോയത്. വന്ന ആസ്ഥാന പരിഹാസം. മറ്റേ പരിഹാസത്തിന് ഡോക്ടറേറ്റ് എടുത്തേക്കില്ലേ? എടി ഞാൻ നിന്നെ പരിഹസിച്ചൊന്നുമല്ല. എടി നമ്മുടെ അമ്പാടിക്ക് ചിലപ്പോ പടം വരയ്ക്കാനുള്ള ടാലന്റ് ഉണ്ട്. ഓരോ പിള്ളേർക്ക് ഓരോ ടാലന്റ് ഉണ്ടോ, പാട്ട്, ഡാൻസ്, മിമിക്രി. അതവർ ചെറുപ്പം തൊട്ട് കാണിക്കും. അത് കാണിക്കിട്ട് നമ്മളവർ പ്രോത്സാഹിപ്പിച്ചിട്ട് നിരുത്സാഹപ്പെടുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛന്റെ മോനല്ലേ? എന്റെ അച്ഛൻ്റെ മോൻ. നിങ്ങൾക്കും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ പണ്ടത്തെ പരിപാടി. പടം വരപ്പാ? ഞാൻ എന്ത് പടം വരയ്ക്കുന്നത്? നിങ്ങളെന്നെ പരിചയപ്പെട്ടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്? നിങ്ങക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഏതൊരു സീന് കണ്ടപ്പോ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ കൊതി വന്നെന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ ഒരു സീനില് നായകൻ നായികയുടെ മറ്റേ പടം വരയ്ക്കുമ്പോ നിങ്ങൾക്ക് അത് കണ്ടിട്ട് വരയ്ക്കാൻ തോന്നി എന്ന് പറഞ്ഞത് ടൈറ്റാനിക്കിലല്ലേ? ജാക്ക് റോസിനെ വരച്ചല്ലേ? നമുക്ക് കണ്ട ആർക്കൊന്നും പടം വരയ്ക്കാൻ പോകും. അതെന്നെ മോന്റെ സ്വഭാവം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ട അന്ന് ചെറുപ്പല്ലേ. അപ്പൊ ആ സമയത്ത് പടം വരയ്ക്കാൻ തോന്നും. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കലാകാരനെ പുറത്തേക്ക് വരാൻ സമ്മതിക്കാത്ത ഭാര്യമാരുള്ളടത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോന്റെ കലാപരിപാടിയെ ചേട്ടൻ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരണം. കാരണം ചേട്ടന്റെ മറ്റേ ആ 3000 ഷർട്ട് ഇല്ലേ, നമ്മളെന്താ കല്യാണത്തിന് വെച്ച നന്ദുവിന്റെ കല്യാണത്തിന് വെച്ച വെള്ള ഷർട്ട്, അതിലവന്റെ കലാപരിപാടി അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതില് ചലഞ്ച് കൂടെ വെച്ചെന്ന്. ചലഞ്ച് കൂടി വെച്ചാൽ അവൻ ചെയ്യാനാ? അതില് സ്പൈഡർമാന്റെ വലിയൊരു ഫോട്ടോ വരച്ച് വെച്ചേക്കുന്നു. ആര് വരച്ച്? അമ്പാടി. അമ്പാടി വരച്ചാ? സ്പൈഡർമാന്റെ ഫോട്ടോയാ? ആ 3000 പുതിയ വെള്ള ഷർട്ടില്ല? ഇതിലിപ്പോ എന്ത് ചേട്ടനല്ലേ പറഞ്ഞത്? 15 രൂപയുടെ പ്ലേറ്റ് പോലെയാണ് 3000 രൂപയുടെ ഷർട്ട്. ഒറ്റ തവണയാണ് കിട്ടുള്ളത്. അത് ഞാൻ അവനെവിടെ വേണം? അവനെവിടെ വേണം? അവിടെ കാണും. ഡാമ്പാടി കാണിച്ചു തരാം. തോട്ടം ഞാൻ കാര്യമില്ല. അയ്യ അതിന് പോട്ടെ. അമ്പാടി, നീ അച്ഛന്റെ ഷർട്ടിൽ പടം വരച്ചാ? സ്പൈഡർമാന്റെ പടാ? എന്റെ വെള്ള ഷർട്ടിലാ? എന്റെ അമ്പാടി, നിന്നോട് ആരാടാ പറഞ്ഞു സ്പൈഡർമാന്റെ പടം വരയ്ക്കാൻ? നെഞ്ചത്ത് സ്പൈഡർമാന്റെ പടം വരച്ചപ്പോ സൂപ്പർ അല്ലേ? മേലിന്റെ ഷർട്ട് മുണ്ടുമ്പോ എന്തിനു മേലും കയറി പടം വരച്ചു കഴിഞ്ഞാൽ അട്ടിച്ചെന്റെ തൊട പൊളിക്കാൻ. ഇതൊന്നാ തന്നെ ഈ ക്രയോൺസ് കണ്ണി കണ്ട സാധനം ഈ പിള്ളേർക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിവിടെ. ഇതെന്തിനാണ് ഇവിടെ വരച്ച്? കാരമോടെ വരച്ച നീ? ഇവിടെ വാടാ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കണ കാറിലൊക്കെ പടം വരച്ച് വയ്ക്കുന്നത്. കാറിൽ പടം വരയ്ക്കുന്നത്. സകല സ്ഥലത്ത് ഷർട്ടിൽ പടം വരച്ച് വെച്ചേ. എവിടെ കിട്ടിയാലും അവിടെ കിട്ടിയാൽ പടം വരയ്ക്കും. ഇനി മേലെ അവര് ക്ലയൻസ് സ്കെച്ചോ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലായ? ഇനി മേലെ അവര് ക്ലയൻസ് സ്കെച്ചോ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കി തരാം. ഇനിയിപ്പോ പറയട്ടാ, ക്ലയൻസ് സ്കെച്ചൊക്കെ എടുക്കാൻ പറ, ശരിയാക്കി തരാം ഞാൻ. കഥയല്ലേ അച്ഛനെ? അമ്മ പറയണ കേക്ക്. മാവെ കളിച്ചില്ല, അമ്മ പറയണ കേക്ക്. അച്ഛനെ ദേഷ്യം വന്നപ്പോ അടിച്ചു പോയതായിരിക്കും മാവേ. ഇനി ചെയ്യൂല കേട്ടാ. എന്റെ കഷ്ടകാലത്തിന് ആ ഷർട്ടിൽ വരച്ച കാര്യം ഞാൻ പറഞ്ഞത് ഏത് സമയത്ത് എനിക്ക് തോന്നിയാണ്. ആരെയല്ലേ പൊന്ന. ഓ, ഷർട്ടിന്റെ കാര്യം പോട്ടെ നോക്കിയാ. ഷർട്ടിന്റെ കാര്യം ഞാൻ ശ്രമിച്ചാണ്. എനിക്ക് ദേഷ്യം വന്ന ആ കാർമ കയറി കുത്തി വരച്ചപ്പോഴാണ്.